കൃഷ്ണ ഗുരുവായൂരപ്പ. മുത്തശ്ശി കുളി കഴിഞ്ഞെത്തിയോ? പാലയ്ക്കൽ കൊട്ടാരത്തിൽ പോകുന്ന തൃപ്പങ്ങോട്ട് രാജകുടുംബത്തിലെ പുരുഷൻ ധരിക്കേണ്ട ആഭരണ ഇത്. അമ്മേ ഭഗവതി. അയ്യേ, ഇതൊന്നും വേണ്ട മുത്തശ്ശി. ഹരിക്കുട്ട, വാക്കിലും മനസ്സിലും അനിഷ്ടം പാടില്ല. എവിടെയാ പോണെന്നാ വിചാരം? പാലയ്ക്കലാ. അതിനെന്താ? എന്താന്നോ ഈ കുട്ടിക്കൊന്നും അറിയില്ല. തൽക്കാലം മുത്തശ്ശി പറയണത് അങ്ങോട്ട് അനുസരിക്കുക. കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ഈ ആഭരണം എപ്പോഴും കഴുത്തിലുണ്ടാവണം. മുത്തശ്ശിയുടെ ഒരു സമാധാനത്തിനാണെന്ന് കരുതിയാൽ മതി. മനസ്സിലെ ദുശ്ചിന്തകളൊന്നും ഇല്ലാതെ പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പ. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. വർമ്മ കിട്ടുണ്ണിയോട് എല്ലാം ഏർപ്പാടാക്കിയിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഹരി, ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അസുഖം വല്ലതും വന്ന ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥല. അയ്യോ, ഈ അമ്മയുടെ ഒരു കാര്യം. ഞാനിപ്പോഴും കൊച്ചുകുട്ടിയെന്ന് അമ്മയുടെ വിചാരം. മുത്തശ്ശി, കൊട്ടാരത്തിലെ വിശേഷങ്ങൾ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. എന്നാൽ ഇറങ്ങാം, നേരായി. ഒരു 2 ആഴ്ചയെങ്കിലും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. താൻ 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് വന്നാ മതി. എന്നാ പോയിക്കോ, നടന്നോളൂ. നടക്കങ്ങോട്ട്. പണിയണ്ട, കറക്റ്റാ തിരിച്ചു വരണേ, ഇല്ലെങ്കിൽ ജീവിതം പാഴാവും. പെട്ടെന്ന് ഇറങ്ങ്. വീഡിയോ ക്യാമറ ബാഗിനകത്ത്. പിന്നെ ഇവിടെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്. അട്ടയുണ്ടോ? അതുണ്ടാവും. ഈ കിഴവ് ആന്ധ്രപ്പന് വേറെ പണിയില്ലാഞ്ഞിട്ടാ. ആന്ധ്രപ്പോളജി എന്ന് പറഞ്ഞ് കാട്ടിലും മേട്ടിലും അലയണതിന് പകരം വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ പോയിരുന്നെങ്കിൽ 4 കളറെങ്കിലും കാണാമായിരുന്നു. അതെ, ഈ ഡാർക്ക് കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എരുമയ്ക്ക് വിരൽ ഇളകില്ലേ സാർ? പറയിക്കല്ലേ ക്ലാസ് വെച്ച കാട്ടുപോത്ത്. ഡോ ഹരി, എവിടെയോ തന്റെ കാര്യസ്ഥൻ? കിട്ടുണ്ണി ഉണ്ടാവും, മാട്ടുണ്ണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നെ സാറേ, കിട്ടുണ്ണിയാട്ടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു ഒത്തിരി നേരം കാത്തു നിന്നു. സ്വല്പം വൈകിപ്പോയി. എന്നാ പിന്നെ കറിയട്ടെ. കൊട്ടാരക്കടവിലെത്താൻ ഒരുപാട് പോണം. വേണ്ട, ഒരു 1/2-3 മണിക്കൂർ തൊഴിഞ്ഞാൽ ചേട്ടാ, അക്കരയ്ക്ക് പോയാലേ കൊട്ടാരത്തിലേക്ക് എത്താൻ വല്ല ടാക്സി കിട്ടുമോ? അയ്യോ വേണ്ട, കാട്ടിക്കൂടെ ഒരു 1/2 മണിക്കൂർ തന്നാ ടാക്സിയുടെ പരക്കും. സൂക്ഷിച്ചു വേണേ, എല്ലാരും കൂടെ കയറ്റാനുള്ള കപ്പാസിറ്റി ഒന്നും ഈ ചങ്ങാടത്തിനില്ല. എന്നാ പിന്നെ കപ്പല് വിറ്റൂടെ? ആലോചിച്ച് ചെയ്തോളാം. വേഗം പോകാം. പാലക്കൽ കൊട്ടാരം 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 കൊട്ടാരം. അന്നും കേറണ്ടോ? പോവാം പോവാം. പോവാന്ന് പറഞ്ഞാൽ ഇത് കാറൊന്നുമല്ല, തുഴഞ്ഞാലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അതുണ്ടോ? നിങ്ങളെ പോലെ 2 പേര് ആ മരത്തിൽ. അങ്ങനെ കരയെത്തി. ഇറങ്ങുള്ളവരെ കാട്ടില് വഴി അറിയാൻ ബുദ്ധിമുട്ടോ ഗോപാല? ആ വഴിക്ക് നേരെ അങ്ങോട്ട് നടന്നാ മതി. നീയിപ്പോ ആരോടാന്ന് ചോദിക്കാം. ഹരിക്ക് അറിയായിരിക്കല്ലോ, മുമ്പ് വന്നിട്ടുള്ളതല്ലേ? പണ്ടെപ്പോഴും കുട്ടിക്കാലത്ത് വഴിയൊന്നും ഓർമ്മയില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഭാഗത്തൊന്നുമില്ല. പിന്നെ വല്ല കുരങ്ങോ മറ്റോ കാണും. അതിനിപ്പോ കാട്ടി പോണോ? നമ്മുടെ കൂടുതൽ തന്നെ ഉണ്ടല്ലോ. ബഹളം ഉണ്ടാക്കാതെ പെട്ടെന്ന് നടക്കാൻ. രാവിലെ കെട്ടി ഒരുങ്ങി ഇറങ്ങും. വിജയ്, സ്റ്റോക്ക് തീർന്നാലേ ഗോപാലിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. അളിയോ ഉഗ്രം വാറ്റ സാധനമായിരിക്കടാ. ഞാനൊന്ന് പോയിട്ട് വേണ്ട, അല്ലെങ്കിൽ പിന്നെ പോവല്ലേ? പിന്നല്ലാതെ. നടന്നു നടന്ന് മടുത്തു.
എത്ര ദൂരം നല്ല കയറ്റല്ലേ? എന്താടോ കാല് വേനിക്കുന്നുണ്ടോ? പിന്നല്ലാതെ എന്തായാലും നടന്നല്ലേ പറ്റൂ. ഞാൻ എടുക്കണോ? എടുക്കാനൊരു മോഹം. കിട്ടിയ ചാൻസ് വെറുതെ കളയല്ലേ. ടെൻസിങ്ങും ഹിലാരിയൊക്കെ കയറിയത് ഒരു കുന്നാണോ? ഇതല്ലേ കുന്ന്? എടോ ജോസഫേ, ടെൻസിങ്ങും ഹിലാരിയും ഒക്കെ കയറിയത് എവറസ്റ്റ് കൊടുമുടിയിലാണ്. ആണോ? That's the highest mountain peak of Himalaya. Come on, move fast. ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ചുകൂടി പോകണം. ഇനി വയ്യ നടക്കാൻ. സർ, ഒരു മിനിറ്റ് അതൊന്നും. ഇയാള് പോണതിന് മുമ്പേ ഇത് വാങ്ങിക്കും. അല്ല, പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. അല്പം കഞ്ചാവ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. സാറ് വല്ലതും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അല്ല, താൻ എന്താ നോക്കുന്നേ? അല്ല, കാട്ടിലോ വല്ല എരുമയെ പോത്തുണ്ടോ നോക്കരുത്. സർ, നോക്കിയേ, അവിടെ കൊട്ടാരം. വാട്ട് എ ബ്യൂട്ടിഫുൾ പാലസ് ഇൻസൈഡ് ദ ജംഗിൾ. കിഴവനാന്ത്രപ്പിന് പറ്റിയ സ്ഥലം. വെരി ഗുഡ് ഫോർ ആന്ത്രപ്പോളജി. ആന്ധ്രപ്രദേശ് അങ്ങ് പോയി സാറേ, അങ്ങേരിപ്പോ ചൂടാവും. വാ നടക്ക്. കൊട്ടാരത്തിലേക്കുള്ള വഴി ഇതല്ലേ? അതെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പോലെ ആന്ത്രപ്പോളജി പഠിക്കാൻ കാട്ടി കയറിയവരാണ് ഇപ്പൊ ഈ പരുവായി. കഷ്ടം. ഒന്ന് മതിയാകടോ ഇത്. എന്തായാലും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവിടെ എത്തിയല്ലോ, ഭാഗ്യം. നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്നു. നല്ല ഗേറ്റ്. പഴയ കാലത്തെ പണിയല്ലേ? ഹരിയുടെ അപ്പൂപ്പന്റെ കാലത്ത് ഉണ്ടാക്കിയതാ. മൊത്തത്തിൽ സെറ്റപ്പ് അത്ര മോശമല്ല കേട്ടാ. എന്താ വിജയ് വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല സർ. അങ്ങനെ നമ്മൾ രാജധാനിയിലേക്ക് സമാഗതരായിരിക്കുകയാണ്. രാജാവിനെ വിളിച്ചു വല്ല ഫുഡ് ഐറ്റംസ് റെഡിയാക്കാൻ പറ. പെട്ടെന്ന് എല്ലാം തള്ളി കയറ്റിയില്ലെങ്കിലേ ഈ കാട്ടിൽ കിടന്ന് കട്ടയായി. വെറുതെ അല്ല സാറിന് എല്ലാരും തീറ്റിപ്പണ്ടായിരുന്നു വിളിക്കുന്നത്. കിട്ടുണ്ണി എത്തിയല്ലോ. ഇത്രയും വൈകിയപ്പോ പരിപാടി മാറ്റിക്കാണോന്ന് വിചാരിച്ചു. ഹേയ്, പരിപാടിയൊക്കെ അങ്ങനെ മാറ്റാൻ ഒക്കുവോ? വരൂ, മുറിയൊക്കെ കാണിച്ചു തരാം. വരൂ വരൂ വരൂ. അയ്യേ, ഇയാളാണോ രാജാവ്? എനിക്കറിയത്തില്ല. യാതൊരു എടുപ്പില്ലല്ലോ. ആഗ്ലി ഓൾഡ് ക്രീച്ചർ. ഹരിവർമ്മ തമ്പുരാന്റെ പാലക്കൽ കൊട്ടാരത്തിലേക്ക് എരുമേലി സാറിന് സ്വാഗതം. ഇവനാര്? കൊട്ടാര റിസപ്ഷനിസ്റ്റാ. ഇഡിയറ്റ്സ്. സസ്യാഹാരം മാത്രമേ ഇവിടെ പതിവുള്ളൂ. ഇഷ്ടമാവോന്നറിയില്ല. കൊട്ടാരത്തി ശങ്കുണ്ണി കിട്ടുണ്ണി പ്രശ്നമാക്കൂ. അതിന് വഴിയുണ്ട്, പറഞ്ഞോളൂ. എനിക്കും എരുമേലി സാറിനും ഭക്ഷണത്തിന് മുന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഞങ്ങൾ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം കഴിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാ പാപിയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഭക്ഷണം മോശമായി എന്നുണ്ടോ? ഏയ്, അതൊന്നും അല്ല. അവർക്ക് ആഹാരത്തിന് മുമ്പ് അല്പം മരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്. എന്താണാവോ അസുഖം? അതാ ബഹുരസം. ഇന്നേ വരെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, അവർക്കും. വേഗം ആഹാരം കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ 7:30 മണിക്ക് പുറപ്പെടണം. യെസ്, ഓക്കേ സർ. ബ്യൂട്ടിഫുൾ ഹരി, റിയലി ഫാന്റാസ്റ്റിക്. ഹരിവർമ്മ തമ്പ്രാൻ ഭാഗ്യവാനാ. സുന്ദരമായ കാടും അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊട്ടാരവും. കോപ്പാണ് കോപ്പ്. കൊട്ടാരത്രേ. ഞാൻ ഇന്നലെ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല, അറിയോ? അതെ, കൊട്ടാരത്തിൽ ഉറങ്ങി പരിചയമില്ലാത്തോണ്ടാ. ഹലോ, ആക്കല്ലേ ആക്കല്ലേ. എടാ, ഇതിന്റെ പേര് പാലക്കൽ കൊട്ടാരെന്നല്ല, കൊതുക് വളർത്തൽ കേന്ദ്രം എന്നാ. ശരിയാ, എന്നെയും കടിച്ചു. അയ്യോ, എവിടെ? അയ്യോ, അനുവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ. അയ്യോ, എവിടെ? പിന്നെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ഹരിയെ പോലെയാണെന്ന് വിചാരിച്ചാ. നമ്മളെ വിട്ടേക്ക്, നമ്മൾ ജീവിച്ചു. എന്നാ ജീവിച്ചോ. വാ വാ വാ.
ഇതാര് പി.ടി. ഉഷയുടെ കസിനാ? ഇതുപോലെ വേണം 21ാം നൂറ്റാണ്ടിലേക്ക് പറ്റിയ ജോഡി. എപ്പോ തുടങ്ങി? കറക്റ്റ് 6:30. ഞാൻ നോക്കുമ്പോ കാതറിനൊരു കമ്പനിയില്ലാതെ നിൽക്കുന്നു. പിന്നെ ഞാനും അങ്ങ് കൂടി. ഏതായാലും ഫ്രഷ് ആയി. ശ്രീദേവിക്ക് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. അയ്യേ, ഇത്തരം വേഷിട്ടുണ്ട് കാലത്തെ കിടന്ന് ഓടാൻ ഞങ്ങളെ കിട്ടില്ല. ഇനിയിപ്പോ അനു ഓടാന്നുണ്ടെങ്കിൽ എന്റെ കാര്യ. പിന്നെ അനു തന്റെ കാലുണ്ടല്ലോ. ഓട്ടവും ചാട്ടവും ഒക്കെ മതി. കറക്റ്റ് 7:30 റെഡി ആവണം. പ്രൊഫസറുടെ ഓർഡർ. അയ്യോ, ഞാനതൊക്കെ മറന്നു. വേഗം കുളിച്ചേക്കാം. ഒരുമിച്ചാണോ കുളിക്കുന്നത്? എന്നാലും ഇങ്ങനൊരു സെറ്റപ്പുള്ള വിവരം അവൻ ഇതുവരെ നമ്മോട് പറഞ്ഞില്ലല്ലോ. എത്ര കോടി അസറ്റാ അനാഥമായിട്ട് കിടക്കുന്നത്? ഇതാ നിന്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കും. എന്ത്? നിനക്കറിയില്ല എന്റെ നേച്ചർ. ഇൻട്രോവേർട്ട്. അതെ വട്ടനെയാ. അച്ഛൻ്റെ കൂടെ കുട്ടിക്കാലത്ത് മറ്റോ 1-2 പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളൂ. എന്നാ പിന്നെ അവന്റെ അച്ഛനെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? അതിന് കാരണമുണ്ട്. അവന്റെ അമ്മയുടെ കുടുംബസ്വത്ത് ഈ കൊട്ടാരോ മലയൊക്കെ. ആണോ? ആ. അയ്യോ, ഇതുവഴി നേരെ പോയ പാതാളത്തിൽ പോകാൻ പറ്റുമായിരിക്കും. വിജയ്, നീ വന്നേ. ഇതൊക്കെ പഴയ സാധനങ്ങളാ. അവന്റെ അപ്പൂപ്പന്റെ കാലത്തായിരിക്കും. നോക്കി എന്റെ അമ്മേ. എന്താടാ? കൊള്ളാലോ. രാജാക്കന്മാർക്ക് പണ്ട് ഇങ്ങനെയും ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒരു എക്സിബിഷൻ നടത്താനുള്ള സാധനം. എന്താ മോനെ വർക്ക്? അടിപൊളി പീസ്. ഡാ, നമുക്കിത് ഇങ്ങനെ കണ്ടാ പോരാ. നല്ല വെളിച്ചത്ത് കൊണ്ടുപോയിട്ട് വിശദമായിട്ട് ഇതിന്റെ അനാട്ടമി ഒന്ന് കാണണം. ഓക്കെ. എന്തായാലും സംഗതി കിടിലം. ഓ, നോക്കടാ, ആ വളവും തിരിവും ഒടിവും. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് വല്ല ഇങ്ങനെ വല്ല ഉണ്ടോന്നാ സംശയം. എല്ലാ ഐസ്ക്രീം പരുവത്തിലല്ലേ? എനിക്കതാ ഇഷ്ടം. ഐസ്ക്രീം. ഹരി, അനുവേ, നിന്റെ ഏതോ പൂർവികരുടെ സൃഷ്ടിയാ. ഞാനും വിജയം കൂടെ കഷ്ടപ്പെട്ട് ആക്രാന്തം കാണിക്കാടാ. നീ നോക്കിക്കോ. എടാ ഹരിവർമ്മ തമ്പുരാനെ, ഇതാരാ കക്ഷി? അത് ഇവനെങ്ങനെ അറിയാനാ? അല്ലേടാ, ഒരു പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശി ഒരു വലിയമാവിനെ കുറിച്ച് പറയാറുണ്ട്. മൂപ്പര് ഭയങ്കര ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിരിക്കും ഇത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ശരിയാണല്ലോ. നീ വലിയ വരപ്പല്ലേ, ഒന്ന് ട്രൈ നോക്കണം. പൂർവികരുടെ വല്ല ഗുണവും നിനക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അറിയണം. അത് കറക്റ്റ്. ഏയ്, ഞാനില്ല. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. എടാ, വെറുതെ ഒരു രസം. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്താ വരാൻ പോകുന്നേ? എന്തായാലും ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാതെ നിന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല. വേണ്ടടാ, പണ്ട് കാരണവന്മാരാരോ വരച്ചതാ. അതിൽ ഞാൻ കൈവയ്ക്കുന്നത് ശരിയല്ല. ഒന്നും പറയണ്ട, നീ ഇത് പിടിക്ക്. വരച്ചേ പറ്റൂ. എന്തുവാ നോക്കുന്നേ? വരച്ചേ പറ്റൂ. ശരി ശരി ശരി. ഞാൻ ചെറിയൊരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. പതുക്കെ. പഴയ ക്യാൻവാസ് ആയോണ്ടാ. ഈ ചിത്രത്തിന് ഒരു 50 years പഴക്കം കാണും. എല്ലാരി? ഓ പിന്നെ, ഒന്ന് പോടാ. മിനിമം 100 ഉറപ്പാ. പഴക്കം എത്രയാലും എന്താ? ഓൾഡ് ഇസ് ഗോൾഡ്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് തർക്കിച്ചോണേ. മതി മതി, വരയ്ക്കട്ടെ. ആ കാണുന്നതാണ് ആദിവാസികളുടെ ഊര്.
എന്നാ പിന്നെ വൈകിക്കണ്ട, വേഗം പോകാം. നടക്കും. ഈ താഴ്വാരം തിരിഞ്ഞ് അങ്ങ് താഴോട്ടിറങ്ങണം. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനും മതി. നിന്റെ നാട്ടിലേക്ക് പോകുന്നേ. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഈ ആദിവാസികള് നമ്മളെക്കാട്ടിലും വളരെ സിവിലൈസ്ഡ് ആയിരിക്കും. നോ ഡൗട്ട്. അതെ അതെ, തന്റെ പല പ്രവൃത്തികളും കാണുമ്പോ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാ ആദിവാസികൾ എത്രയോ ഭേദമാണെന്ന്. എരുമേലി സാർ ചമ്മിയോന്നൊരു സംശയം. ചമ്മല് മാറ്റണോ? സാധനം കയ്യിലുണ്ട്. അറിയാമോ, I have written 3 books about the tribals of Kerala. Yes, I know. ആ 3 എണ്ണം ഒഴിച്ച് ബാക്കി ഏത് പുസ്തകവും റെഫർ ചെയ്യാമെന്നാ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. മോനെ സണ്ണി, സാധനം വേണ്ടി വരണോ? അതെ